Hi everyone, welcome back to Computer Science Computer Application Focus Point Classes. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന അധ്യായമാണ്. നമുക്കറിയാം HTML ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റുകൾ എങ്ങനെ നിർമ്മിക്കാം, how to develop websites using HTML, ഇങ്ങനെ HTMLന്റെ കുറെ ടാഗുകൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൂടെ പഠിച്ചതാണ്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരീക്ഷയ്ക്ക് 5 മാർക്ക് വരെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നും വരാറുണ്ട്. വെബ് ഹോസ്റ്റിംഗ് ഇപ്രാവശ്യത്തെ ഫോക്കസ് പോർഷൻസ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്, FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ, ഫ്രീ ഹോസ്റ്റിംഗ്, ഇത്രയുമാണ് നമ്മൾക്ക് ഈ വരുന്ന പരീക്ഷയ്ക്ക് ഫോക്കസ് പോയിന്റിൽ വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ പോർഷൻസ് ഉള്ള ഒരു അധ്യായമാണ്. ആദ്യം തന്നെ നമുക്ക് വെബ് ഹോസ്റ്റിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാം. വെബ് ഹോസ്റ്റിംഗ് is the service of providing storage space in a web server. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു സേവനമാണ്. വെബ് ഹോസ്റ്റിംഗ് നമ്മുടെ വെബ്സൈറ്റ് സൂക്ഷിച്ചു വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് അനുവദിച്ചു തരുന്ന സേവനത്തെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ HTML പ്രോഗ്രാമിങ്ങും അതുപോലെ സ്ക്രിപ്റ്റിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത വെബ്സൈറ്റുകൾ വെബ് സെർവറിൽ സൂക്ഷിച്ചു വെക്കുകയും ഇന്റർനെറ്റിൽ അത് ലഭ്യമാവുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വെബ്സൈറ്റ് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള സർവീസസിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വെബ് ഹോസ്റ്റിംഗ് is the service of providing storage space in a web server to serve files for a website to be made available on the internet. ഒരുപാട് കമ്പനികൾ ഇതുപോലെ വെബ് ഹോസ്റ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പനികളെ വിളിക്കുന്ന പേരാണ് വെബ് ഹോസ്റ്റ്. The companies that provide web hosting services are called web host. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ്. ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഗസ് ചെയ്യാൻ അത്രയ്ക്കും ഈ ഒരു ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഏറെ പ്രാധാന്യമേറിയതാണ്. വിത്തൗട്ട് ടൈപ്പ് ഹോസ്റ്റിംഗ് ദർ ഇസ് നോ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നും ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ഒരിക്കലും ഇത് കവർ ചെയ്യില്ല. കാരണം ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടേം എന്ന് പറയുന്നത്. അതില് ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ 1 ഷെയർഡ് ഹോസ്റ്റിംഗ്. ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഹോസ്റ്റിംഗ് രീതി എന്ന് പറയുന്നത്. ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് is the most common type of web hosting. സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന വെബ് ഹോസ്റ്റിംഗ് രീതിയാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. It is referred to as shared because many different websites are stored on a single web server and they are share the resources like RAM and CPU. അതായത് ഒരൊറ്റ വെബ് സെർവറിൽ പല വെബ്സൈറ്റുകൾ ഒരൊറ്റ വെബ് സെർവറിൽ സൂക്ഷിച്ചു വെക്കുകയും ആ വെബ് സെർവറിന്റെ RAM, CPU തുടങ്ങിയ റിസോഴ്സസ് ഷെയർ ചെയ്തെടുക്കുന്നത് കൊണ്ടുമാണ് ഇതിനെ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരൊറ്റ വെബ് സെർവറിൽ നിന്നും അതിന്റെ റിസോഴ്സസ് ആയ റാമും സിപിയും പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ പങ്കിട്ടെടുക്കുന്ന ആ രീതിയെയാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The features available on shared because shared web servers are generally basic and are not flexible to suit a website that require specific features like bandwidth, large storage space. അതായത് ഇത് ഉയർന്ന ബാൻഡ് വിഡ്ത്തും ഉയർന്ന സ്റ്റോറേജ് സ്പേസും ആവശ്യമുള്ള വെബ്സൈറ്റുകൾക്ക് ഒട്ടും അനുയോജ്യമല്ല ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെബ് ഹോസ്റ്റിംഗ് രീതിയാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. ഇറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ വെബ്സൈറ്റ്സ് ദാറ്റ് ഹാവ് ലെസ് ട്രാഫിക്. അതായത് വളരെ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ, വിസിറ്റേഴ്സ് കുറവുള്ള, ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള അല്ലെങ്കിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് ടൈപ്പാണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്
A drawback is that ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഷെയർഡ് ഹോസ്റ്റിംഗിന്റെ ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ drawback എന്ന് പറയുന്നത്? A drawback is that since the bandwidth is shared by several websites, അതായത് ഒരുപാട് വെബ്സൈറ്റുകൾ ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് if any one of these has a large volume of traffic, it will slow down all other websites hosted in the shared server. അതായത് ഈ സെർവറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ സെർവറിൽ ഉപയോഗിക്കുന്ന ഈ സെർവറിനെ ആശ്രയിക്കുന്ന വെബ്സൈറ്റുകളിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഉയർന്ന ട്രാഫിക് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബാക്കിയുള്ള എല്ലാ വെബ്സൈറ്റുകളുടെയും പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം ഒരൊറ്റ സെർവറിൽ നിന്നാണ് റിസോഴ്സസ് ഷെയർ ചെയ്തിരിക്കുന്നത്. റാമും CPU പോലെയുള്ള റിസോഴ്സസ് ഒരൊറ്റ സെർവറിൽ നിന്നാണ് ഷെയർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഉയർന്ന ബാൻഡ് വിഡ്ത്തോടു കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ, ഉയർന്ന ട്രാഫിക്കോട് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ വെബ്സൈറ്റുകളുടെയും പ്രവർത്തനം സ്ലോ ഡൗൺ ആവാനുള്ള സാധ്യത വളരെയേറെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത്. രണ്ടാമത്തെ തരം വെബ് ഹോസ്റ്റിംഗ് രീതിയാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. Dedicated web hosting is the hosting where the client leases the entire web server and its resources. ആരാണോ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് രീതി സെലക്ട് ചെയ്യുന്നത്, എക്സാമ്പിൾ നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ചൂസ് ചെയ്ത ടൈപ്പ് എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആണെങ്കിൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിൽ നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ അതിനകത്തുള്ള എല്ലാ റിസോഴ്സസും അതിന്റെ അനുബന്ധ സൗകര്യങ്ങളും പൂർണ്ണമായിട്ടും നമ്മൾക്ക് വാടകയ്ക്ക് തരുന്ന ഒരു രീതിയാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലയന്റിന് അതിന്റെ എല്ലാ സൗകര്യങ്ങളും എല്ലാ റിസോഴ്സസും ലീസ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. The web server is not shared with any other website. ഈ വെബ് സെർവറുകൾ മറ്റുള്ള വെബ്സൈറ്റുകളുമായി റിസോഴ്സസ് ഷെയർ ചെയ്യുന്നില്ല. The web server is not shared with any other website. Then അതുപോലെ തന്നെ websites of large organizations, government departments, etc. where there are large number of visitors opt for dedicated hosting. വളരെ വലിയ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും ധാരാളം സന്ദർശകരുള്ള വെബ്സൈറ്റുകളായിരിക്കും സർക്കാർ വകുപ്പുകളിലുള്ള വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ അക്ഷയ സെന്ററുകളിലൊക്കെ നമുക്കറിയാം ഇഷ്ടം പോലെ ആൾക്കാർ പല ആവശ്യത്തിനുമായിട്ട് നമ്മൾ അക്ഷയയിൽ നമ്മൾ കോമൺ സർവീസ് സെന്റർ ആയ അക്ഷയയിൽ നമ്മൾ പോവാറുണ്ട്. അപ്പോൾ ഗവൺമെന്റ് വെബ്സൈറ്റുകൾ എപ്പോഴും തിരക്ക് കൂടിയതായിരിക്കും, വിസിറ്റേഴ്സിന്റെ എണ്ണവും കൂടുതലായിരിക്കും. അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വെബ് ഹോസ്റ്റിംഗ് ടൈപ്പാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷെയർഡ് ഹോസ്റ്റിംഗ് പോലെയല്ല. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. പക്ഷേ വളരെയേറെ ചെലവ് കൂടിയതും വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ദ ക്ലയന്റ് ഹാസ് ദ ഫ്രീഡം ടു ചൂസ് ദ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ for the servers and has full control over the web server. അതായത് ക്ലയന്റിന് എല്ലാ സൗകര്യങ്ങളും എല്ലാ സ്വാതന്ത്ര്യവും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും വെബ് സെർവറിന്റെ പൂർണ്ണ നിയന്ത്രണവും ക്ലയന്റിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഉയർന്ന നിലവാരത്തിലുള്ളതും എന്നാൽ വളരെയേറെ ചിലവേറിയതുമായിട്ടുള്ള ഒരു രീതിയാണ് ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് എന്ന് പറയുന്നത്. ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് പ്രൊവൈഡ് ഗ്യാരണ്ടീഡ് പെർഫോമൻസ്, ഉയർന്ന കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുകയും ബട്ട് ദേ ആർ വെരി എക്സ്പെൻസീവ്, വളരെയധികം ചെലവ് കൂടിയതുമായിട്ടുള്ള ഒരു രീതിയാണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. The advantage of dedicated servers is that such servers are usually hosted in data centers where the service provider facilitates internet connectivity, round the clock power supply, etc. and the technical expertise for managing web server. അതായത് ഡെഡിക്കേറ്റഡ് വെബ് സെർവറുകൾ സാധാരണഗതിയിൽ ഡാറ്റാ സെന്ററുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്.
ഓക്കെ, ഡെഡിക്കേറ്റഡ് വെബ് സെർവറുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ഡാറ്റാ സെന്ററുകളിലായതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും അതുപോലെ വൈദ്യുതിയും വിദഗ്ധ സേവനവും എപ്പോഴും ലഭ്യമാകും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകാൻ പറ്റുന്ന ഉത്തരം, ദ അഡ്വാൻറ്റേജ് ഓഫ് ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് ഈസ് ദാറ്റ് സച്ച് സെർവേഴ്സ് ആർ യൂഷ്വലി ഹോസ്റ്റഡ് ഇൻ ഡാറ്റാ സെന്റേഴ്സ്. ഡെഡിക്കേറ്റഡ് സെർവേഴ്സ് ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ഡാറ്റാ സെന്ററിലാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും വൈദ്യുതിയും അതുപോലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും നമുക്ക് എല്ലായ്പ്പോഴും ലഭ്യമാകും എന്നുള്ളതാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, then if the cost of setting up and managing these facilities then redundant for the client. ഇതിന്റെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഇതിന്റെ ചെലവ് വളരെ ഏറെയാണ്. പക്ഷെ വളരെ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഹൈ ബാൻഡ് വിഡ്ത്തോടു കൂടി ഉയർന്ന സ്റ്റോറേജ് സ്പേസോട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോസ്റ്റിംഗ് ടൈപ്പ് ആണ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇഫ് ദ ക്ലയന്റ് ഈസ് അലൗഡ് to place their own purchased web server in the service provider's facility, then it is called co-location. ഇപ്പോൾ co-location എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഇതിൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിൽ പഠിക്കുന്നുണ്ട്. എന്താണ് co-location എന്നുള്ളത്? അതായത് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഭൗതിക സൗകര്യത്തിനുള്ളിൽ ക്ലയന്റ് സ്വന്തമായി വാങ്ങിയ വെബ് സെർവർ പ്രവർത്തിക്കുവാൻ ക്രമീകരണം നടത്തുകയാണെങ്കിൽ അതിനെയാണ് co-location എന്ന് പറയുന്നത്. ക്ലയന്റ് സ്വന്തമായിട്ട് വെബ് സെർവർ സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്നും വാങ്ങിക്കുകയാണെങ്കിൽ അതിനെയാണ് co-location എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ആണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ. വിർച്വൽ പ്രൈവറ്റ് സെർവർ അല്ലെങ്കിൽ VPS എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നുണ്ട്. A virtual private server is a physical server that is virtually partitioned into several servers using the virtualization technology. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് VPS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിർച്വൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പലതായിട്ട് പാർട്ടീഷൻ ചെയ്യപ്പെട്ട സെർവറിനെയാണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിർച്വലൈസേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സെർവറിനെ പലതായിട്ട് വിഭജിച്ചിരിക്കുകയാണ്. അതിനെയാണ് VPS എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ച ടെക്നോളജി പ്രത്യേകം ഓർമ്മിക്കുക. വിർച്വലൈസേഷൻ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Then each VPS works similar to a dedicated server and has its own separate server operating system, web server software and packages like email, database, etc. installed in it. അതായത് ഓരോ VPS-ഉം ഡെഡിക്കേറ്റഡ് സെർവർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിനായി പ്രത്യേകം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വെബ് സെർവർ, സോഫ്റ്റ്വെയർ പാക്കേജുകളായ ഇമെയിൽ, ഡാറ്റാബേസ് തുടങ്ങിയവയും അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. ഇവിടെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് പോലെ തന്നെ, എന്നാൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിന്റെ അത്ര ചെലവ് കൂടിയതല്ല വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഷെയർഡ് ഹോസ്റ്റിംഗിന്റെയും ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിന്റെയും ഇടയിൽ വരുന്ന ടൈപ്പാണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അൺലൈക്ക് ഷെയർഡ് ഹോസ്റ്റിംഗ്, VPS provides dedicated amount of RAM for each virtual web servers. ഷെയർഡ് ഹോസ്റ്റിംഗ് പോലെയല്ല വിർച്വൽ പ്രൈവറ്റ് സെർവറിൽ. ഇവിടെ ഒരു നിശ്ചിത ശതമാനം RAM റിസോഴ്സസ് ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഷെയർഡ് ഹോസ്റ്റിംഗിൽ നമ്മൾ പഠിച്ചതാണ് ഒരൊറ്റ വെബ് സെർവറും അനുബന്ധ വെബ്സൈറ്റുകളും ആ ഒരൊറ്റ സെർവറിൽ നിന്നാണ് റിസോഴ്സസ് ഷെയർ ചെയ്യുന്നതെന്ന് നമ്മൾ ഷെയർഡ് ഹോസ്റ്റിംഗിൽ പഠിച്ചതാണ്. പക്ഷെ ഇത് VPS എന്ന് പറയുന്നത് ഒരു നിശ്ചിത ശതമാനം RAM അതുപോലെ തന്നെ CPU ഇതൊക്കെ VPS-ൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഡെഡിക്കേറ്റഡ് എമൗണ്ട് ഓഫ് RAM ഓരോ വെബ് സെർവറിലും മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ട്രാഫിക് ജാം, അതായത് ട്രാഫിക് വളരെ കുറവായിരിക്കും. ദെൻ ഷെയർഡ് ഹോസ്റ്റിങ്ങിനേക്കാളും ഫീച്ചേഴ്സ് ആവശ്യമുള്ള വെബ്സൈറ്റുകൾക്കാണ് ഇത്തരം ഹോസ്റ്റിംഗ് അനുയോജ്യം എന്നാണ് ഇതിൽ
പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് VPS hosting provides dedicated bandwidth to each website on the server. This provides the advantage of dedicated hosting even though the actual server is shared. This type of hosting is suitable for websites that require more features than provided by shared hosting. അതായത് ഷെയർഡ് ഹോസ്റ്റിങ്ങിനേക്കാളും ഫീച്ചേഴ്സ് ആവശ്യമുള്ള വെബ്സൈറ്റുകൾക്കാണ് VPS കൂടുതൽ അനുയോജ്യം. എന്നാൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിന്റെ എല്ലാ പ്രത്യേകതകളും ഇവിടെ ലഭ്യമല്ല എന്നതുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതായത് ഷെയർഡ് ഹോസ്റ്റിങ്ങിനേക്കാളും ഫീച്ചേഴ്സ് ആവശ്യമാണ് എങ്കിൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിന്റെ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ അല്ല VPSൽ. ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് VPS പ്രവർത്തിക്കുന്നത്. Then dedicated hostingന്റെ ഒട്ടുമിക്ക സർവീസും ചെറിയ കോസ്റ്റിൽ നൽകുവാൻ VPSന് സാധിക്കുന്നുണ്ട്. VPS provides almost the same services at a lesser cost than that of dedicated hosting. Dedicated hostingന്റെ അതിന്റെ എല്ലാ സൗകര്യങ്ങളും ചെറിയ ചെലവിൽ നൽകാൻ പറ്റുന്നുണ്ട്. പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്ന വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ്, സെർവർ വിർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് അതിന്റെ ഉദാഹരണങ്ങൾ എക്സാമ്പിൾസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. VMware VirtualBox, Free VPS, User Mode Linux, Microsoft Hyper-V. These all are the examples for server virtualization softwares. ഇത്രയാണ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗിൽ പഠിക്കാനായിട്ടുള്ളത്. 3 തരത്തിലുള്ള വെബ് ഹോസ്റ്റിംഗ് ആണ്: ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് ആൻഡ് VPS, വിർച്വൽ പ്രൈവറ്റ് സെർവർ. ദെൻ ഫോക്കസ് പോർഷൻസിൽ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന അടുത്ത പോയിന്റ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ ആണ്. FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ ഇതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആഫ്റ്റർ ബൈയിങ് എ സ്പേസ് ഓൺ ദ ഹോസ്റ്റിംഗ് സെർവർ, അതായത് നമ്മൾ സ്റ്റോറേജ് സ്പേസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ വി നീഡ് ടു ട്രാൻസ്ഫർ ദ ഫയൽസ് ഓഫ് ദ വെബ്സൈറ്റ്. നമ്മുടെ വെബ്സൈറ്റിലുള്ള ഫയലുകളൊക്കെ സെർവറിലേക്ക് അയക്കേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. FTP ഇൻഡിക്കേറ്റിംഗ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റിലുള്ള ഫയലുകളൊക്കെ സെർവറിലേക്ക് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ. ട്രാൻസ്ഫർ ദ ഫയൽസ് ഓഫ് ദ വെബ്സൈറ്റ് ഫ്രം അവർ കമ്പ്യൂട്ടർ ടു ദ വെബ് സെർവർ. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള നമ്മുടെ വെബ്സൈറ്റിന്റെ ഫയലുകൾ വെബ് സെർവറിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള സോഫ്റ്റ്വെയറിനെയാണ് FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്നത് ഫ്രീ ഹോസ്റ്റിംഗ് ആണ്. അടുത്ത ടേം എന്ന് പറയുന്നത് ഫ്രീ ഹോസ്റ്റിംഗ് ആണ്. എന്താണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫ്രീ ഹോസ്റ്റിംഗ് പ്രൊവൈഡ്സ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ഫ്രീ ഓഫ് ചാർജ്. അതായത് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ഫ്രീ ആയിട്ട് തരുന്നതിനെയാണ്, ചില കമ്പനികളൊക്കെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് അനുവദിച്ചു തരുന്നുണ്ട്. അതിനെയാണ്, ആ സർവീസിനെയാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നാലും ഇതിന് കുറച്ചൊക്കെ ന്യൂനതകളുണ്ട്. വെറുതെ നമ്മൾക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് തുടങ്ങാനുള്ള സ്പേസ് ഒരു കമ്പനിയും നമ്മൾക്ക് അനുവദിച്ചു തരില്ല. ഇനി എന്തൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അതിൽ ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദ സൈസ് ഓഫ് ദ ഫയൽസ് ദാറ്റ് ക്യാൻ ബി അപ്ലോഡഡ് മേ ബി ലിമിറ്റഡ്. അതായത് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫയലുകളുടെ സൈസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും, വളരെ കുറവായിരിക്കും. സപ്പോർട്ട്സ് അപ് ടു 5 MB. 5 MB വരെ മാത്രമേ നമ്മൾക്ക് ഒരു പക്ഷേ അതിൽ ഡാറ്റാസ് അല്ലെങ്കിൽ നമ്മൾക്ക് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഫയൽസ് മേ നോട്ട് ബി പെർമിറ്റഡ് ഓൺ ആൻഡ് സോ ഓൺ. അതായത് വീഡിയോ ഓഡിയോ ഫയൽസ് അപ്ലോഡ് ചെയ്യാനുള്ള അനുവാദവും നമ്മൾക്കില്ല. ഇനി 5 MB വരെ മാത്രമേ നമ്മൾക്ക് അതിനകത്തേക്ക് ഡാറ്റാസ് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഇതിന്റെ ഒരു പോരായ്മയാണ്. ഓക്കെ. Then free web hosting services usually provide either their own subdomain or as a directory service for accessing our website. അതായത് നമ്മുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്
അവരുടെ സബ് ഡൊമൈൻ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റിന്റെ മുമ്പിൽ ഉണ്ടാവുക. അവരുടെ സബ് ഡൊമൈൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് കാണിക്കുക. അത് മാത്രമല്ല, ഇതിന്റെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ the service provider displays advertisement in the websites hosted to meet the expense. ഇതിന്റെ ചെലവുകൾ ഫ്രീ ആയിട്ട് തരുന്നതിന്റെ ചിലവ് അവർ കണ്ടെത്തുന്നത് പരസ്യത്തിലൂടെയാണ്. അഡ്വർടൈസ്മെന്റ് നമ്മുടെ വെബ്സൈറ്റിൽ നിരന്തരം ഡിസ്പ്ലേ ചെയ്യുന്നതിലൂടെ അവർക്ക് അതിന്റെ ചിലവ് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. The service provider displays advertisements in the websites hosted to meet the expenses. അതായത് അവർക്ക് അവരുടെ ചെലവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിരന്തരം പരസ്യങ്ങൾ അവരെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു കാര്യം. ഇത്രയുമാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. വളരെ എളുപ്പത്തിൽ ഈ വരുന്ന പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് വീണ്ടും പുതിയൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ഹാവ് എ നൈസ്